ഇതിനകത്ത് പല പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞങ്ങൾ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണം, സപ്പോർട്ട് എല്ലാത്തിനും നന്ദി. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബ്രദർ ഐസക് ഡാനിയൽ ഫ്രം ന്യൂ ജേഴ്സി പ്രാർത്ഥിച്ച് ആരംഭിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൈന്യങ്ങളുടെ പുത്രന്റെ നാമത്തിൽ ശുദ്ധാത്മാവിന്റെ തുണയോടെ അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ് കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവിന്റെ സനയിൽ, കർത്താവിന്റെ വചനത്തിന്റെ കീഴിൽ കർത്താവെ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അടിയങ്ങൾ ഈ വചനത്തിന്റെ പൊരുൾ തിരിച്ചറിയുവാൻ അറിയുന്ന ഹല്ലേലൂയ ദൈവദാസന്മാരുടെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഇതിന്റെ പൊരുൾ തിരിച്ചു തരണം കർത്താവെ. ഞങ്ങളെ ബലപ്പെടുത്താൻ ശക്തീകരിക്കണം. വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവെ. ഈ വചനം ഞങ്ങൾ അറിഞ്ഞ് വചനത്താൽ നിറയപ്പെട്ട്, വചനത്താൽ ബലപ്പെട്ട്, വചനത്താൽ ശക്തീകരിക്കപ്പെട്ട്, വചനത്താൽ സൗഖ്യമാക്കപ്പെട്ട്, വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഈ വചനവുമായി അനേകരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുവാൻ തക്ക ഇടിയാക്കണമേ കർത്താവെ. തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ഇന്ന് വചനം പഠിപ്പിക്കുന്ന ദേവദാസനെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. വാർദ്ധക്യമൊക്കെ മറന്ന്, ശരീര ക്ഷീണം മറന്ന് കർത്താവെ ഇതിനായി ഇറങ്ങി വരുമ്പോൾ കർത്താവെ നീ ബലപ്പെടുത്തണമേ. ശാരീരികമായി, ആത്മീയമായി കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് വചനം പഠിപ്പിക്കുവാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ കർത്താവെ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറയിൽ കർത്താവ്, ഈ ബൈബിൾ കോളേജിന്റെ പുറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ, അതിന്റെ ഹല്ലേലൂയ സ്തോത്രം എല്ലാ നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ പേരുപേരായി ഏൽപ്പിക്കുന്ന കർത്താവെ. കടന്നു വന്ന എല്ലാവരെയും ഓരോരുത്തരെയും തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ തക്ക ഇടയാകണം. അലക്ഷ്യമായി ആരും ഇതിൽ സംബന്ധിക്കുവാൻ ഇടയാകരുതേ കർത്താവെ. പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടണമേ കർത്താവെ. ഇത് ഏറ്റെടുക്കാനുള്ള കൃപ ഓരോരുത്തർക്കും കൊടുക്കണമേ കർത്താവെ. ഞങ്ങളുടെ അറിവില്ലായ്മകളെല്ലാം മാറ്റി വചനം മനസ്സിലാക്കുന്നവരായി, വചനത്താൽ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ തക്ക ഇടയാകണം കർത്താവെ. അടുത്ത 1 മണിക്കൂർ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ, നിന്റെ സാന്നിധ്യത്തിൽ ആണ് അടിയങ്ങളെ ഏൽപ്പിക്കുകയാണപ്പ. അതൊരു അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. സകലതും പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പ്രിയ ചായ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓർപ്പിച്ചതുപോലെ ബൈബിൾ വായിക്കേണ്ട ആദ്യ സുജ രാജു വായിക്കുക, രണ്ടാമത് ജിജോ സഞ്ജു, മൂന്നാമത് ബ്രദർ ജോൺസൺ. പിന്നീടും റൊട്ടേറ്റ് ചെയ്ത് വരിക. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വന്ദനം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 2ാം ക്ലാസ്സിലേക്ക്, 2ാമത്തെ ലെസണിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും പല പ്രിയപ്പെട്ടതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം ക്ലാസ് നമ്മൾ പ്രാരംഭം മുതൽ നന്നായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പൂനായിലെ തൂലിക TV ക്ലാസ് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ വെളിപ്പാട് പുസ്തകം 10ാം അധ്യായം 9ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂപ്പട്രസിന്റെ നദിയിൽ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. 2 ക്ലാസ് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് അല്പം ടെൻഷനുണ്ട്. നമ്മളിതിൻ്റെ ആരംഭ സന്ദർഭമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിൻ്റെ മുഖവര അല്പമായി പറയുകയുണ്ടായി. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ആദ്യത്തെ പാരഗ്രാഫ് ഇന്ന് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ആരാ സൂചനയാണോ? ആരാ വായിച്ചാൽ ഒന്ന് വായിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. മതി, ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനേക വർഷങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇത്. പ്രിസൈഡ് ചെയ്യുന്ന പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ഷാജി കെ ദാനിയലിനും അത് ദൈവം കൊടുത്ത വലിയ വെളിപ്പാട്, ഇങ്ങനെ ഒരു ബൈബിൾ കോളേജ് ആരംഭിക്കാൻ ദൈവം കൊടുത്ത വലിയൊരു വെളിപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അനേക ദൈവദാസന്മാരാൽ
ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഈ പ്രവചന വിഷയം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിൻ്റെ ഏക പ്രവചന ഗ്രന്ഥം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. പഴയ നിയമത്തിൽ അത് യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള പ്രവചനങ്ങൾ നമ്മൾ കാണുന്നു. എല്ലാ പ്രവചനങ്ങളും അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിപ്പാൻ തക്കൊണ്ട് കഴിയും. ഓരോ പുസ്തകവും കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും അത് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. എല്ലാം ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അത് മഹത്വമേറിയ അനുഭവങ്ങൾ നമുക്ക് പഠിപ്പാൻ തക്കൊണ്ട് കഴിയും. ഇതിൻ്റെ ആരംഭം നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. പിതാവായ ദൈവം യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന സന്ദർഭത്തെങ്കിൽ പിതാവായ ദൈവം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച സകല രഹസ്യങ്ങളും പുത്രന് കൊടുത്തു. ഈ ഭൂമി വെച്ച് കർത്താവ് പറഞ്ഞു, ആ കാലങ്ങളോ സമയങ്ങളോ എനിക്കറിയാൻ മേല, അത് പുത്രന് അറിയത്തില്ല, പിതാവ് തൻ്റെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, മനുഷ്യത്വം സ്വീകരിച്ചെന്നുള്ള നിലയിലാണ് കർത്താവ് അത് പറയുവാൻ തക്കണം ഇടയായിത്തീർന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള പേര് ഉള്ളപ്പോൾ തന്നെ ദൈവപുത്രൻ എന്നുള്ള പേരും കർത്താവിനുണ്ടായിരുന്നു. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ താൻ പലസ്തീൻ നാടിന് അവകാശിയാണെന്നും, ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശിയാണെന്നും, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ആദാമ്യ ഗോളത്തിന് അവകാശിയാണെന്നും, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗങ്ങൾക്ക് അവകാശിയാണെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന്റെ മുഖവരിയാണ് ഞാൻ പറഞ്ഞത്. ഈ വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കാതിരിക്കുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ വിഭജനം. ഇത് എഴുതുവാൻ വേണ്ടി യോഹന്നാൻ 4 പ്രാവശ്യം ആത്മാവിലായി എന്നും, അതിൽ 1-ാം പ്രാവശ്യം ആത്മാവിലായത് 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇത് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ റോമാലേഖനം അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനമാണെങ്കിലും വേറൊരാളെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. അതുപോലെ പല പുസ്തകങ്ങളും പലരെ കൊണ്ട് അത് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്ന പുസ്തകങ്ങളായിട്ടാണ് കാണുന്നത്. യൂദ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ പ്രബോധിപ്പിച്ച് എഴുതുവാൻ തക്കവണ്ണം അത് എനിക്ക് തോന്നി, ആവശ്യമായിരിക്കും എനിക്ക് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിലാണ് താൻ എഴുതിയത്. എന്നാൽ വെളിപ്പാട് പുസ്തകം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൂതനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ എഴുതിയ ഒരു പുസ്തകമാണ്. താൻ പത്മോസ് ദ്വീപിൽ നിന്ന് അത് സ്വാതന്ത്ര്യം പ്രാപിച്ച് എഫെസോസിൽ കടന്നു വന്നതിന് ശേഷം ആണ് ഇതൊരു പുസ്തക രൂപത്തിലാക്കി നമുക്ക് തരുവാൻ തക്കണ്ണുടിയായി തീർന്നത്. AD 81 മുതൽ 96 വരെ ഡൊമിഷ്യൻ ചക്രവർത്തി റോമിനെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് തന്നെ AD 95 പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ നാട് കടത്തിയത്. ഈജിയൻ കടലിന്റെ സമീപത്തുള്ള ഒരു ദ്വീപാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. അവിടെ താൻ ചുരുങ്ങിയ പാറക്കെട്ടുകളാൽ നിബിഡമായ ആ പത്മോസ് എന്ന ദ്വീപിൽ ഏകനായി കിടക്കുമ്പോഴാണ് ഈ വെളിപ്പാട് തനിക്ക് കാണുവാൻ തക്കടിയായി തരുന്നത്. ഡൊമീഷ്യൻ മരിച്ചതിന് ശേഷം അടുത്ത ചക്രവർത്തി ഭരണം ഏറ്റെടുത്തപ്പോൾ യോഹന്നാനോട് അരിവ് തോന്നി പത്മോസ് എന്ന ദ്വീപിലേക്ക് പ്രായം ചെന്ന് വൃദ്ധനായിരിക്കുന്ന സമയത്ത് തന്നെ അത് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ എഫെസോസ് സഭയിൽ പ്രായം ചെന്നൊരു വയസ്സനായി, പല്ലൊന്നുമില്ലാതെ താൻ വടിയും കുത്തി കടന്നു വന്ന് ആരാധനയ്ക്ക് സംബന്ധിച്ചിരിക്കുന്ന കാലയളവ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. താൻ എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ദൈവ സ്നേഹം തന്നെ. നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന പേരിലാണ് യോഹന്നാനെ അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകളുടെ ബന്ധത്തിൽ 3 യോഹന്നാന്മാരെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. അതിലൊന്ന് സ്നാപക യോഹന്നാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി കടന്നു വന്ന യോഹന്നാനാണ് സ്നാപക യോഹന്നാൻ. അത് വഴിയൊരുക്കാൻ തക്കൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ്. രണ്ടാമതൊരു യോഹന്നാനുണ്ട്, മർക്കോസ് എന്ന് മറുപേരുള്ള ഒരു യോഹന്നാനെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും.
മർക്കോസ് എന്ന് പേരുള്ള യോഹന്നാനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ മർക്കോസ് എന്ന് മറുപേരുള്ള ഒരു യോഹന്നാൻ. ആ യോഹന്നാനെ കുറിച്ചുള്ള ചരിത്രം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 51-ഉം 52-ഉം വാക്യങ്ങളാണ്. ആ മർക്കോസാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. താനൊരു ചെറുപ്പക്കാരനായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ, ഞാൻ ഈ വാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ എഴുതിയെടുത്തോണം, എല്ലാ വാക്യങ്ങളും വായിക്കാൻ തക്കോണം സമയമില്ലാത്തതുകൊണ്ടാണ് ഓടിച്ചു പറയുന്നത്. ഈ 6 മാസം കൊണ്ട് 1, 2, 3 അധ്യായങ്ങൾ ഒന്ന് പൂർത്തീകരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എളുപ്പത്തിൽ വേണമെങ്കിൽ എനിക്ക് ഓടിച്ച് ഔട്ട്ലൈൻ പറഞ്ഞങ്ങ് വിടാം. അങ്ങനെ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം മനസ്സിലാകത്തില്ല. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം തന്നെ എൻ്റെ 4 മാസത്തെ അതിൻ്റെ 1, 2 വാക്യങ്ങൾ 4 മാസത്തെ ക്ലാസ്സിലാണ്. ഞാൻ കണ്ട മൃഗം പുള്ളിക്ക് സദൃശ്യം എന്നൊക്കെ ഉള്ളത് അതൊന്ന് ഓടിച്ചു പറഞ്ഞാൽ ആർക്കും ഒരു പിടി കിട്ടത്തില്ല. അടുത്ത എന്തുമാത്രം തീർക്കാൻ പറ്റുമോ അത്രയും ഞാൻ തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ തന്നെ ഒരു 5-6 ആഴ്ചത്തെ ക്ലാസ്സുകളാണ്. ഇന്നാളൊരാൾ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാമെന്ന്. അതൊക്കെ ഔട്ട്ലൈൻ പറഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. വെളിപ്പാട് പുസ്തകം ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഓരോ വാചകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി മുൻപോട്ട് പോകണം എന്നുള്ള നിലയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾ 366 ലെസനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത്രയൊന്നും പോകത്തില്ല. നിങ്ങളെ അഗാപ്പയിലെ വിദ്യാർത്ഥികളെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ ഓടിച്ച് ആഴമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നു. അപ്പം യോഹന്നാൻ എന്ന പേരിനാൽ അറിയപ്പെടുന്ന 3 പേരെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം ഇടയാകുന്നു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. അതിലൊന്നാണ് പത്രോസിന്റെ അപ്പന്റെ പേരും യോഹന്നാൻ എന്നാണ്. അവരൊന്ന് ആ നിലയിൽ അല്ലാതെ അതെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 3 യോഹന്നാന്മാരെ, ഒന്ന് സ്നാപക യോഹന്നാൻ, 2 മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. ആ മർക്കോസിനെ കുറിച്ച് 3-ാമത്തെ യോഹന്നാനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. ഈ 3 യോഹന്നാന്മാരും ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടവരാണ്. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെ കുറിച്ച് ആദ്യമായി വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 52-ഉം 51-ഉം 52-ഉം വാക്യങ്ങളാണ്. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന വേളയിൽ അവനെ അനുഗമിച്ചു എന്നാണ് വായിക്കുന്നത്. അവന് ചെറുപ്പക്കാരനായിരുന്നു. അവന്റെ അമ്മയുടെ പേരാണ് മറിയ. ആ മർക്കോസിന്റെ മാളിയ എന്ന് പറയുന്നതും ഈ ഒരു വ്യക്തി തന്നെയാണ്. അവന്റെ അമ്മയുടെ പേര് മറിയ എന്നായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ആ മർക്കോസിന്റെ അങ്കിളാണ് ബർന്നബാസ് എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ബർന്നബാസിന്റെ മറ്റുനായ മർക്കോസ് എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? അത് ഈ മർക്കോസാണ്. അദ്ദേഹത്തിന് ഈ മർക്കോസ് ചെയ്തത് ഒരു ദിവസത്തെ ക്ലാസ് അത്, പക്ഷെ ഞാൻ ഓടിച്ചു പറയാം 5 മിനിറ്റ് കൊണ്ട്. മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായം 51-ഉം 52-ഉം വാക്യങ്ങളിൽ ഈ മർക്കോസ് യേശുവിനെ അനുഗമിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്, മറിയയുടെ മകനാണ്. അപ്പം ഒരു ചെറുപ്പക്കാരനായ ഈ മർക്കോസ് ഇവനെ അനുഗമിച്ച സന്ദർഭത്തിൽ ഇവനും ആ കൂടെ ഉള്ളവനാന്ന് പറഞ്ഞ് അവന്റെ പുതപ്പേ കയറി പിടിച്ചപ്പോൾ അവൻ വെറും ശരീരത്തിന്മേൽ പുതപ്പിട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അവൻ പുതപ്പിട്ടേച്ച് നഗ്നനായി ഓടിപ്പോയെന്നാണ് അവിടെ വായിക്കുന്നത്. അത് ഈ മർക്കോസാണ്. ആ മർക്കോസാണ് ഈ സുവിശേഷം എഴുതിയത്. ആ മർക്കോസിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അന്ത്യോക്യയിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസും ശീലാസും സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിച്ച് അവർ പോകുമ്പോൾ യോഹന്നാനെയും അവർ വൃത്യനായിട്ട് കൊണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. ഒരാരംഭത്തിൽ തന്റെ ശുശ്രൂഷ ഒരു വൃത്യൻ എന്നുള്ള നിലയിലാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ആ മർക്കോസിന്റെ മറുപേരാണ് ഈ യോഹന്നാൻ. പിന്നീട് പമ്പുല്യ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ 13-ാം അധ്യായത്തിന്റെ മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. 13-ാം അധ്യായത്തിന് മുൻപോട്ട് വരുമ്പോൾ പമ്പുല്യ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഭയങ്കര പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആയതുകൊണ്ട് ഞാൻ ഈ സുവിശേഷം ഒരിക്കൽ വരുന്നില്ലെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ വീണ്ടും അവൻ മടങ്ങി വരുവാൻ തക്കോണം ഇടയായി തീർന്നു. നമ്മൾ മുൻപോട്ട് കടന്നു വരുമ്പോൾ ഈ മർക്കോസിനെ കുറിച്ച് കാണുവാൻ തക്കോണം കഴിയും. നാം ശുശ്രൂഷിച്ച് ദൈവഭാഗ്യത്തേക്ക് കൊണ്ടുവന്ന സഭകൾ തോറും സന്ദർശിപ്പാൻ തക്കോണം പൗലോസും ബർന്നബാസും കൂടെ തീരുമാനിച്ചായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോകാൻ തക്കോണം ബർന്നബാസ് ഇച്ഛിച്ചപ്പോൾ
അതെ 15-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ തക്ക കഴിയുന്നു. അതെ, അവനെ കൊണ്ടുവന്ന് ശരിയല്ല, പമ്പുള്ളിൽ വെച്ച് കലപ്പയ്ക്ക് കൈവച്ച ശേഷം അവൻ പുറകോട്ട് നോക്കിയവനാണ്. അവനെ കൊണ്ടുവന്ന് ശരിയല്ലെന്ന് പറഞ്ഞ് ഭയങ്കര ഉഗ്രവാദം അവിടെ ഉണ്ടായെന്ന് വായിക്കുന്നുണ്ട്. ഭയങ്കര ഉഗ്രവാദം. കാരണം ബർന്നബാസ് പറഞ്ഞു അന്നവൻ പോയെങ്കിലും അവൻ തിരിച്ചു വന്നല്ലോ. എന്നാ പൗലോസ് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവരുടെ കൂട്ടായ്മ മിഷൻബർഗ് രണ്ടായി പിരിഞ്ഞെന്നും ബർന്നബാസ് അവനെ കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലം വഴിയായിട്ട് പോയെന്നും പൗലോസ് ശീലാസിനെയും കൂട്ടിക്കൊണ്ട് പോയെന്നും ഒക്കെ നമുക്ക് അവിടെ വായിപ്പാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. അവിടെ വലിയ ഉഗ്രവാദം ഉണ്ടായി. നാളെ അമ്മച്ചി പറഞ്ഞു അങ്ങനെ പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായെങ്കിൽ എന്തെങ്കിലും ഒരു അസഭ്യവാക്ക് പറയാതിരിക്കത്തില്ലെന്ന്, ഒരു ചീത്തയെങ്കിലും പറഞ്ഞു കാണും എന്നൊക്കെ ഒരു അമ്മച്ചി ഇന്നാളെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നു. അവര് അസഭ്യമൊന്നും പറഞ്ഞില്ല. ചില അമ്മച്ചിമാരുടെ വാക്കുകളൊക്കെ എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അമ്മച്ചിയാ പറഞ്ഞതാ ആശ്രയം നിശ്ചയമായിട്ടും അവര് എന്തെങ്കിലും ചീത്ത വർത്താനം പറഞ്ഞു കാണും. അത്ര ഉഗ്രവാദം അവിടെ എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നതിന് അത്ര ന്യായമുണ്ട്. പൗലോസ് പറയുന്നത് ഇവൻ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കിയവനാ. ബർന്നബാസ് പറഞ്ഞു അവൻ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് പോകണം. ആ മർക്കോസ് വളരെ പ്രയോജനമുള്ളതായി. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകിയാൽ അവനെ എൻ്റെ അരികിൽ കൊണ്ടുവരിക. പിൽക്കാലത്ത് പൗലോസിന് മർക്കോസിനെ കുറിച്ചുള്ള അതേ അഭിപ്രായങ്ങളെല്ലാം മാറി മർക്കോസ് വളരെയധികം ശക്തിയോടെ ശോഭിക്കുന്നതും ആ മർക്കോസാണ് ഒരു സുവിശേഷം എഴുതിയതും ആ മർക്കോസിന്റെ മാളിയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. സമയം പോലെ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു ക്രിസ്തുവിന്റെ 3 യോഹന്നാന്മാർ, ഒന്ന് സ്നാപക യോഹന്നാൻ, 2 മർക്കോസ് എന്നും അറുപേരുള്ള യോഹന്നാൻ, അതേ 3 വായിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പോസ്തലനായ യോഹന്നാൻ സബദി മക്കളെന്നാണ് ഇവരുടെ പേരിൽ അറിയുന്നത്. അത് യാക്കോബും യോഹന്നാനും സബദിയുടെ മക്കളാണ്. അമ്മയുടെ പേര് ശലോമ എന്നായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. 1:44 മത്തായി 27 മർക്കോസ് 1:19 നമുക്ക് ഇവരെ കുറിച്ച് വായിപ്പാൻ കൊണ്ട് കഴിയുന്നുണ്ട്. സഹോദരന്റെ പേര് യാക്കോബ് എന്നായിരുന്നു. ഇവരുടെ ജോലി എന്ന് പറയുന്നത് മീൻപിടുത്തമായിരുന്നു കേട്ടോ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ഈ യോഹന്നാൻ അപ്പോസ്തലൻ ആദ്യം സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു എന്ന് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തൊഴിൽ വിട്ട് യേശുവിനെ അനുഗമിച്ച ഒരു വ്യക്തിയാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ. ഒരു ചെറിയ ഐഡിയ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. ഇതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഓരോ വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കാൻ പോയാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം അത് യോഹന്നാനാണ് വെളിപ്പെടുത്തി കിട്ടിയത്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും അവസാനം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. പത്മോസ് ദ്വീപിൽ ഏകനായി കടന്നപ്പോൾ തനിക്ക് ലഭിച്ച ഒരു വെളിപ്പാടാണ്. പുതിയ നിയമത്തിന്റെ ഏക പ്രവചന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഞാൻ ഈ ബൈബിളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്രീക്കും എബ്രായ പദമൊന്നും ഉപയോഗിക്കാറില്ല. കാരണം അത് ഉപയോഗിക്കുന്ന ദേവദാസന്മാരെ അത് അവരുടെ ആ ജ്ഞാനത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. കാരണം ഈ ഗ്രീക്ക് പദമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് ഗ്രീക്ക് അറിയത്തില്ല, എബ്രായ ഭാഷ അറിയത്തില്ല. എന്നാൽ ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പദങ്ങളെടുത്ത് ഞാൻ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കാലത്ത് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അത് എബ്രായ പദവും ഗ്രീക്ക് പദവും അപ്പോക്കാലിപ്സ് എന്നൊക്കെ ആണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ തക്കോണം എന്നെ കൊണ്ട് കഴിയും. പക്ഷേ നമ്മൾ അതിലല്ല പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന മലയാളം ബൈബിള് അത് ചില തർജ്ജിമ പെശകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ല ഭാഷയിൽ നമുക്ക് എഴുതി തന്ന് അതിൻ്റെ ഉള്ളടക്കം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അതിൽ കൂടി തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമായ വെളിപ്പാടുകൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചില പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ മുഴുവൻ ഗ്രീക്ക് പദങ്ങളാണ്, ചില എബ്രായ പദങ്ങളാണ്. ഇതൊന്നും ആരും പഠിക്കുന്നില്ല. പുസ്തകത്തിന്റെ പേജുകൾ ഇങ്ങനെ തള്ളി നീക്കാന്നുള്ളതല്ലാതെ എൻ്റെ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു പഠനമാണ്. സാധാരണക്കാർ 99 വയസ്സുള്ള അമ്മച്ചിമാർക്കും മനസ്സിലാകത്തക്കണ്ണുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താഴ്ചയുള്ള ശരീരത്തിലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ച ശേഷം തേജസ്സുള്ള ശരീരത്തോടെ
മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 13 പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 2nd പാരഗ്രാഫിൽ നമ്മൾ കാണുന്നു, ആദ്യം മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടത് ചില സഹോദരിമാർക്കാണ്. നമ്മൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം 6 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ചില സഹോദരിമാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത് കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടത് എമ്മൗസിലേക്ക് പോയ ഒരു 2 പേർക്കാണ്. 2 ശിഷ്യന്മാരെന്നല്ല. അത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഞായറാഴ്ച തന്നെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരു ഞായറാഴ്ച രാവിലെ 5 പേർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. 5 പേർക്ക്. 1 മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടു. 2 ചില സഹോദരിമാർക്ക് രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടു. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് സഹോദരന്മാരോട് ഇന്ന് പറയാം. അത് മഗ്ദലക്കാരത്തി മറിയോടും പറഞ്ഞു. മൂന്നാമത് പ്രത്യക്ഷപ്പെട്ടത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മോസിലേക്ക് പോയ 2 പേർക്ക്. അത് ഭാര്യയും ഭർത്താവുമായിരുന്നു എന്നുള്ളത് D.L. മൂഡി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഞാനും അതിനോട് യോജിക്കുകയാണ്. ആ 2 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ശിഷ്യന്മാർ. അവർ ഭാര്യയും ഭർത്താവും തർക്കിച്ചുകൊണ്ട് പോയെന്നാണ് വായിക്കുന്നത്. ഒരു നേരം വൈകിയപ്പോൾ പറഞ്ഞു, നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോട് കൂടെ വന്ന് പാർക്ക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ തോമസ് ഒഴികെയുള്ള മറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ 5 പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടു. മഹത്വമുള്ള ശരീരത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറിച്ച പോലെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിലും തൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും തൻ്റെ ആണിപ്പിടിയേറ്റ കരങ്ങളിലെ പാട് തൻ്റെ കയ്യിലുണ്ട്. വിലാപ്പുറത്തെ പാടുകളുണ്ട്. ഈ പാടുകൾ ഇന്നും തൻ്റെ മനുഷ്യത്വം ഇപ്പോഴും ഉണ്ട്. അതേസമയം തന്നെ താൻ ദൈവവുമാണ്. മനുഷ്യത്വം കളഞ്ഞിട്ടില്ല. തോമസേ, നോക്ക്, നിന്റെ സംശയം മാറട്ടെ. എൻ്റെ കരലിലേക്ക് നിന്റെ വിരലിടെ, എൻ്റെ വിലാപ്പുറത്തേക്ക് നിന്റെ കൈയിടെ. അവനെ കൈവിടണ്ട, കാലുവിടണ്ട. അവൻ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നവനെ വിളിച്ചു. കാരണം കർത്താവ് ദൈവമായതുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ താൻ സ്വർഗത്തിലേക്ക് ഗലീലാ പുരുഷന്മാർക്കാണെങ്കിൽ ആരോഹണം ചെയ്തു. കാരണം ഗലീലാ പുരുഷന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് താൻ ഒലിവുമലയുടെ മുകളിലേക്ക് കടന്നുപോയ കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഒലിവുമലയുടെ മുകളിൽ ചെന്ന് അവർ കൊടുക്കേണ്ടതായ ഉപദേശങ്ങളെല്ലാം കൊടുത്ത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ കാല് പറഞ്ഞു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പിന്നെ കർത്താവിനെ കാണേണ്ട നിലയിൽ ഇവർക്ക് കാണാൻ തക്കണം സാധിച്ചിട്ടില്ല. കാണേണ്ട നിലയിൽ ഞാൻ പറയുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഓരോരുത്തർക്കും ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. അത് സ്തേഫാനോസ് യേശു ക്രിസ്തുവിനെ കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു എന്ന് സ്തേഫാനോസ് പറഞ്ഞു. ശൗല് പറഞ്ഞു, അതേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഇവർക്കാർക്കും അതിൻ്റെതായ നിലയിൽ മനസ്സിലായിട്ടില്ല. അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കി കൊടുത്തത് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാനാണ്. നോക്കണം, താൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിലായപ്പോൾ യേശു എങ്ങനെയാണ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നെന്നും യേശു ക്രിസ്തുവിന്റെ അവസ്ഥ എന്താണെന്നും അത് കാണേണ്ട നിലയിൽ, അറിയപ്പെടേണ്ട നിലയിൽ ഇവർക്കാർക്കും പ്രത്യക്ഷപ്പെട്ടില്ല. എന്നാൽ പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ് യേശു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ തക്കോണം ഇടയായി തീർന്നത്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. നോക്കണമേ, താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? നിലയങ്കി ധരിച്ച്, അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വാചകം, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും ഞാൻ കണ്ടു.
അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയി ചുട്ടുപൊഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ്ത്തലുള്ള വാൽ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഈ നിലയിൽ മഹത്വ പൂർണ്ണനായ ക്രിസ്തുവിനെ ക്രിസ്തു എങ്ങനെ ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുള്ളത് പൂർണ്ണമായ വെളിപ്പാട് കിട്ടിയത് അപ്പോസ്തലനായ യോഹന്നാനാണ്. താന് അത് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ട് യേശു എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ 1-ാം അധ്യായത്തിൽ മഹത്വപൂർണ്ണനായ കർത്താവായിട്ട് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. 2-3 അധ്യായങ്ങളിൽ സഭയുടെ നടുവിൽ കൂടെ നടക്കുന്ന കർത്താവായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. 7 സഭകളുടെ നടുവിൽ നടക്കുന്ന കർത്താവായിട്ട് കാണുവാൻ കഴിയുന്നു. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ന്യായാധിപനായി, അത് ലോകത്തെ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുന്നു. ഒരു ന്യായാധിപനായി ദൈവത്തിന് സന്നിധിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് 3 ഔദ്യോഗിക സ്ഥാനങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ബേഥലഹേം മുതൽ കാൽവരി വരെ കർത്താവായ യേശു ക്രിസ്തു അത് ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു. കാൽവരി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗത്തിൽ ഇരിക്കുന്നു. അതേസമയം തന്നെ കർത്താവിന്റെ വരവെങ്കിൽ അവൻ രാജാതി രാജാവായി കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. മഹോദരകാലമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ മഹോദരകാലത്തിന്റെ സന്ദർഭമാണ്. 18-ാം അധ്യായം വരെ മഹോദരകാലത്തിന്റെ സന്ദർഭമാണ്. ആ സമയം ദൈവം ന്യായാധിപനായി സ്വർഗത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ രാജാതി രാജാവി കർത്താതി കർത്താവുമായി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന രാജാക്കന്മാരുടെ രാജാവായിട്ടാണ് കർത്താവിനെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. പിന്നീട് അതേ 21-ാം അധ്യായത്തിൽ അതേ കാന്തനായിട്ട് നമുക്ക് അവനെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അതേ മണവാട്ടിയും കാന്തനും തമ്മിലുള്ള പ്രത്യേകത. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ വർണ്ണന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്, കാരണം കുറെ കാര്യങ്ങളെങ്കിലും പഠിപ്പിക്കത്തക്ക നിലയിലാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ഈ വെളിപ്പാട്, ഇതിന്റെ യഥാർത്ഥ വെളിപ്പാട് പിതാവിന്റെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. പുത്രൻ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നപ്പോൾ തന്റെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ രഹസ്യം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ താൻ തന്റെ യേശു ക്രിസ്തു ഒരു ദൂതനെ ഉപയോഗിച്ച് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് അത് പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണമായി തീർന്നു. പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടയാളത്താൽ കാണിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പൊ ഒരു ദൂതൻ കടന്നു വന്ന് പ്രദർശിപ്പിക്കുകയാണ്. പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടയാള സഹിതം യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇത് നമുക്ക് തരാൻ തക്കണം ഉദ്ദേശിച്ചതിന്റെ കാര്യം ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ദൈവത്തെ സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് വേഗത്തിൽ സംഭവിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കണം നിനക്കുള്ളത് മുറുകെ പിടിച്ചോളുക എന്ന് നമ്മൾ വായിക്കുന്നു. വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. 3 പ്രാവശ്യം ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നതും ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള അതേവൻ അരുളി ചെയ്യുന്നു. പറഞ്ഞ യോഹന്നാൻ പറയുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. അപ്പം വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഉദ്ദേശം ദൈവം തന്റെ ദാസന്മാരെ വേഗത്തിൽ സംഭവിക്കാനുള്ളത് കാണിച്ചു കൊടുക്കുകയായിരുന്നു.
തന്റെ ദാസന്മാർ എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. ദൈവത്തിന്റെ ദാസന്മാർ. ആമോസിന്റെ നിങ്ങൾ വാക്ക് എഴുതിയെടുത്തു. ആമോസിന്റെ പ്രവചനം അടുത്ത ആഴ്ചയിൽ എനിക്ക് സഹോദരിമാരുടെ വാക്യം വായിക്കും. സഹോദരിമാരുടെ പേര് അയച്ചു തരികയാണെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം നേരത്തെ ഞാൻ അയച്ചു കൊടുക്കാം. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം എടുത്ത് വായിക്കാൻ പറ്റുമോ? പ്രശ്നോ. ദൈവം തന്റെ സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നു. അവൻ തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുന്നു. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യത്തില്ല. അതാണ് ഇവിടെ കാണുന്നത്. വേഗത്തിൽ സംഭവിപ്പാവുന്നത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനെ. ആമോസ് പറയാണ്, വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യമുണ്ടല്ലോ, തന്റെ ദാസന്മാരെ കാണിക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. അബ്രഹാമും അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ 3 പുരുഷന്മാരെ കടന്നു എന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ ഒരാൾ ദൈവമായിരുന്നു, 2 പേര് ദൂതന്മാരായിരുന്നു. അവിടെ 3 മനുഷ്യരാണ് കടന്നു ചെന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അത് ദൈവമായ കർത്താവ് മനുഷ്യവേഷത്തിൽ അവിടെ വന്നിരിക്കുകയാണ്. 3 പുരുഷന്മാരെയാണ് കണ്ടത്. ആ പുരുഷന്മാരില് അവിടെ ഭക്ഷണം കഴിച്ചു. ദൈവവും ദൂതന്മാരും അബ്രഹാമിനോട് ചേർന്ന് ഭക്ഷണം കഴിച്ചു. മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ കണ്ട കാര്യങ്ങളാണ്. അത് കഴിച്ചതിന് ശേഷം അതിൽ 3 പേരും അബ്രഹാമിനോട് വാഗ്ദത്ത വചനം കൊടുത്ത അടുത്ത വർഷം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അടുത്ത വർഷം നിങ്ങൾക്കൊരു മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവര് പറഞ്ഞങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരാൾ തിരിഞ്ഞു നിന്നു, 2 പേര് സോദോമിലേക്ക് പോയി. ആ തിരിഞ്ഞു നിന്നത് ദൈവമായിരുന്നു. ആ ദൈവം പറയാണ്, ഞാൻ സോദോമിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എൻ്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? ചെയ്യാൻ പോകുന്ന കാര്യം, സോദോമിന്റെ പാപം ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, അത് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഞാൻ സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നു. എൻ്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് എനിക്ക് മറച്ചു വെക്കാൻ തക്കണം സാധ്യമല്ല. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ സമ്പർക്കം തൻ്റെ ദാസന്മാർക്കുണ്ടാകുന്നു. അവൻ ഒരു കാര്യവും അറിയിക്കാതെ ചെയ്യത്തില്ല. അപ്പൊ സകല രഹസ്യങ്ങളും ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കുന്നു. എന്തെല്ലാമാണ് വെളിപ്പെടുത്തുന്നത്? വാക്യം എഴുതിയെടുക്കാം. യെരമ്യാ പ്രവചനം 33:6 അവൻ വെളിപ്പെടുത്തുന്നത്. യെരമ്യാ 33:6 സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം തന്റെ ദാസന്മാർക്ക് സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദാനിയേൽ 2:22 അവൻ അഗാധവും ഗൂഢവുമായതുള്ള വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മൾ അനുസരിച്ച് നടക്കേണ്ടുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ 2:10 വായിക്കുമ്പോൾ, ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തരുന്നു എന്ന് വായിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനാൽ അത് വെളിപ്പെടുത്തി തരുന്നു. നോക്കണം, ഇവിടെ വായിക്കുന്നത് ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാണത് തൻ്റെ ദാസന്മാർ. ആ പദത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തൻ്റെ ദാസന്മാർ. നമ്മളെ ദൈവം തൻ്റെ ദാസന്മാരാക്കി തീർത്ത ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദാസന്മാരെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. സ്വയം ദാസനായി പറഞ്ഞ അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. 143-ാം സങ്കീർത്തനം 140 സൈബർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ ഇതിനകത്ത് സൈബർ അറ്റാക്ക് ഉണ്ടായതാണ്. ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. 143-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു. ദാവീദ് പറയാണ്, ഞാൻ നിന്റെ ദാസനാകുന്നു. കേട്ടോ, യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്റെ ദാസൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം യെശയ്യാവിനെ തന്റെ ദാസനായി വെളിപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. വേദപുസ്തകത്തിൽ അനേകരെ
തന്റെ ദാസൻ. കാലേബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു വാചകം എന്താണെന്ന് അറിയാമോ? എന്റെ ദാസനായ കാലേബോ, അവൻ വേറെ ഒരു സ്വഭാവമുള്ളവൻ. എല്ലാവരും പിറുവിറുത്ത് മാറി നിന്നപ്പോൾ എന്റെ ദാസൻ എന്നോട് പറ്റി നിന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇത് ഓരോ ദിവസത്തെ പഠനമാണെങ്കിലും ഞാനങ്ങ് പറഞ്ഞ് അഗാപ്പയെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറയാണ്, തന്റെ ദാസനെ കാണിക്കേണ്ടത് ദൈവം തന്റെ ദാസന്മാർക്ക് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാന് പ്രദർശിപ്പിച്ചു. തന്റെ ദൂതൻ മുഖാന്തരം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ദൂതനെയാണ് അതിനുവേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൂതൻ. വേദപുസ്തകത്തിൽ ദൂതന്മാർ എന്നുള്ള പേര് 3 കൂട്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ദൂതന്മാർ. യഹോവ പഴയ നിയമത്തിൽ ദൂതനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അതെ ആഗാർ ഗർഭിണിയായി. ആഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ യജമാനത്തി നിന്നത് എന്ന് അവൾ മനസ്സിൽ കുത്തിക്കൊണ്ട് എത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തുവാക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ യജമാനത്തി ദ്രോഹം തുടങ്ങിയപ്പോൾ, സാറ ദ്രോഹം തുടങ്ങിയപ്പോൾ ആഗാർ ഇറങ്ങിപ്പോയില്ലേ? 16-ാം അധ്യായം ഉൽപ്പത്തി 16-ന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവക്ക് പ്രത്യക്ഷപ്പെട്ടു. ആഗാറേ, നീ എങ്ങോട്ട് പോകുന്നു ചോദിച്ചു. എന്റെ യജമാനത്തിയെ ഭയപ്പെട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. നീ തിരിച്ചു പോകാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ തിരിച്ചുപോയി നിന്റെ യജമാനത്തിക്ക് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൾ പറയാണ്, എന്നെ കാണുന്നവനെ ഇവിടെയും ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്. അപ്പൊ ആ പ്രത്യക്ഷപ്പെട്ട ആരാണെന്നറിയാമോ? ദൈവമായിരുന്നു. പഴയമത്തിൽ ദൂതൻ എന്നുള്ള നിലയിൽ തന്റെ യഹോവ ദൂതനായി പ്രത്യക്ഷപ്പെട്ട അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, അതേ വെളിപ്പാടിൽ അത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും യഹോവ ദൂതനായി ആഗാറിന് പ്രത്യക്ഷപ്പെട്ടതായി കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന്, അബ്രഹാമേ, നീ ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് നിന്റെ വിശ്വാസം ശരിയാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. യഹോവ ദൂതനായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും അത് ദൈവമായിരുന്നു എന്നാണ് ദൈവം അവനോട് പറഞ്ഞു. പിന്നീട് ദൈവം എന്നാ ദൂതനായി പ്രത്യക്ഷപ്പെട്ട അരുളി ചെയ്ത ദൈവം ദൂതനായി ഒരു ദൂതൻ എന്നുള്ള നിലയിൽ താൻ അബ്രഹാം ശബ്ദം കേട്ടുവെങ്കിലും അത് ദൈവമായിരുന്നു. നീ എൻ്റെ വാക്കനുസരിക്കാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ദൂതനായിരുന്നു. അറിയാമോ? ഒരു ദൂതനായിരുന്നു മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മുൾപ്പടർപ്പ് ആളിക്കത്തുന്നുണ്ട്, പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ഈ കാഴ്ച എന്തെന്ന് കാണാൻ തക്കോണം താൻ മോശ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. അത് ദൈവമായിരുന്നു ദൂതനായിട്ട് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. മലാക്കി 3:1 എനിക്ക് മുൻപായി വഴി നിർത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കർത്താവും നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. അവിടെ 2 ദൂതന്മാരെ കാണുന്നു. ഒന്ന് വഴി നിർത്തുന്ന ദൂതൻ, 2 നിയമദൂതൻ. വഴി നിർത്തുന്ന ദൂതൻ അത് യോഹന്നാൻ സ്നാപകനും, നിയമദൂതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിയമദൂതൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ മനോഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ. അതേ ന്യായാധിപന്മാരുടെ പുസ്തകം അതേ 13-ാം അധ്യായം 21, 6-ാം അധ്യായം 12 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മനോഹയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ദൂതനായിട്ടായിരുന്നു. പിന്നീടാണ് ദൈവമാണെന്ന് യഹോവയാണെന്ന് മനസ്സിലാക്കാൻ തക്കവരെയായിത്തീരുന്നത്. പഴയ നിയമത്തിൽ യഹോവ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെട്ട അനേക സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസന്മാരെ ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസന്മാരെ, അതാണ് മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ആ വഴി നിരത്ത ദൂതൻ അതെ നമ്മുടെ
യോഹന്നാൻ സ്നാപകനായിരുന്നു. വിശ്വാസികളെയും ദൂതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. 103 സങ്കീർത്തനം 20 വാക്യം, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരായുള്ളവരെ. അപ്പം ദൈവദാസന്മാർ മാത്രമല്ല ദൂതന്മാര്, അവന്റെ വചനത്തിന് ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരെല്ലാം വീരന്മാരും ദൂതന്മാരുമാണ്. വെളിപ്പാട് പുസ്തകം 1:16 നമ്മൾ വായിക്കുമ്പോൾ അതേ യേശുവിന്റെ കയ്യിൽ കണ്ട 7 നക്ഷത്രങ്ങൾ സഭയുടെ 7 ദൂതന്മാരാകുന്നു. സഭാ ശുശ്രൂഷന്മാരെ കുറിച്ചാണ് അവിടെ തന്നെ അതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. സഭയിൽ ദൂതറിയിക്കുന്ന ശുശ്രൂഷന്മാരെ, ദൈവദാസന്മാരെ ദൂതനെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഡയറക്റ്റ് പറയുകയാണെങ്കിൽ എപ്പപ്രാദിത്തോസ്, ആ വാക്കെന്ന് പറയാൻ പോകുന്നത് പറഞ്ഞാൽ തെറ്റിപ്പോവും. ശരിയായിട്ടൊന്നും പറയാൻ തക്കൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റിയില്ല. ഞാനും കുറച്ച് ബന്ധപ്പെട്ടാണ് എപ്പപ്രാദിത്തോസ് എന്നൊക്കെ പറഞ്ഞത്. ചിലരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വേറെ ആയിപ്പോവും. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം എഴുതിയെടുത്തോ, ഫിലിപ്പിയർ 2:25 വായിക്കുമ്പോൾ എപ്പപ്രാദിത്തോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനൊരു ദൂതനാണെന്നാണ്. ഒരു ദൂതൻ കേട്ടോ. അതുപോലെ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു തീത്തോസിനെ കുറിച്ച് അവനൊരു ദൂതനാണെന്നാണ്. നോക്കണമേ, ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ വചനത്തിൽ ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 3-ാമത്തെ ദൂതൻ, സ്വർഗത്തിലെ യഥാർത്ഥ ദൂതന്മാർ. പ്രധാന ദൂതനാകുന്ന മീകായി, യൂദായുടെ ലേഖനം 7:9. അതുപോലെ തന്നെ ഗബ്രിയേൽ ദൂതൻ, അവരെ കുറിച്ചൊക്കെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ ഒരു ദൂതനെ കുറിച്ച് എനിക്ക് പറഞ്ഞിട്ട് വേണം ആ വാക്യം നിങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എളുപ്പടുത്ത് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി എടുക്കാൻ വിഷമാണോ? അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. അവന്റെ ദൂതനാകുന്നു പറഞ്ഞു. ഇനി ഇതിനോട് ചേർന്ന് മത്തായി സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 18:10-11. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാചകമാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ തക്ക നോക്കുകയും അവന്റെ ദൂതന്മാർ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുഖം എപ്പോഴും കാണുന്നു. നീ ചെറിയവരെ തുച്ഛീകരിക്കരുത്, പാവങ്ങളെ തുച്ഛീകരിക്കരുത്. അത് അവിടെ ചെറിയവരെ ഉദ്ദേശിച്ച്, ശിശുക്കളെ ഉദ്ദേശിച്ച് പറയാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ തക്ക നോക്കുകയും അവന്റെ ദൂതന്മാർ, അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും കാണും. ആ ഒരു ഭാഗം കൂടെ ചിന്തിച്ചിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭ ശ്രദ്ധയോടെ, കർത്താവേ പത്രോസിന്റെ ബന്ധനം പൊട്ടിക്കണമേ, അങ്ങനെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവന്റെ കെട്ടഴിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഇങ്ങനെ പ്രാർത്ഥന നടന്ന പ്രാർത്ഥന ദൈവം കേട്ടു. സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന. പത്രോസിന്റെ കെട്ടഴിച്ചു. 1-ാം വാതിലും 2-ാം വാതിലും ദൂതൻ ഇറങ്ങി വന്നു, അവനെ വിടുവിച്ചു. അവനെ കാരാഗൃഹത്തിന് പുറത്തു കൊണ്ടുവന്നു. അവനൊരു സ്വപ്നം കാണുന്ന പോലെ, ഒരു ദർശനം കാണുന്ന പോലെ ആയിരുന്നു അത്. അവൻ എങ്ങോട്ടാ പോയെന്നറിയാമോ? അവൻ പെട്ടെന്ന് മറിയുടെ ഭവനത്തിലേക്കാണ് പോയത്, ഈ മാർക്കോസിന്റെ വീട്ടിലേക്ക്. മറിയുടെ ഭവനത്തിലേക്ക് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കാണ് കടന്നുപോയത്. അവിടെ ചെന്ന് വാതിക്കൽ മുട്ടി. അപ്പൊ അകത്ത് മൂപ്പന്മാരെല്ലാം കൂടി പ്രാർത്ഥിക്കാണ്, കർത്താവേ പത്രോസിന്റെ ബന്ധനം അറുക്കണമേ, കെട്ടുകളെ പൊട്ടിക്കണമേ. ശക്തിയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് അതേ വാതിക്ക് വന്നിരിക്കുക. രോധ എന്ന് പറഞ്ഞൊരു പെൺകൊച്ച ഓടി ചെന്ന് കഥ തുറക്കാൻ പോയത്. അവിടെ ചെന്നപ്പോ കോനെ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ പത്രോസാകുന്നു പറഞ്ഞു. ഈ പെൺകൊച്ച് തുറന്നില്ല. നീ ഒരു നല്ല ചുരുൾപ്പുള്ളൊരു കൊച്ച്. അവൾ ഓടി ചെന്ന് അവിടെ അപ്പോസ്തലന്മാരെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കെട്ടുപൊട്ടിക്കണമേ, ബന്ധനം അറുക്കണമേ. ഭയങ്കര പ്രാർത്ഥന. ഈ കൊച്ചെന്ന് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അവിടെ പത്രോസ് വാതിക്ക് വന്നിക്കുന്നു പറഞ്ഞു. ഉടനെ അതിലെ മൂപ്പൻ സെക്രട്ടറി വല്ലായിരിക്കും, നിനക്ക് ഭ്രാന്താടി, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാലൊക്കെ ദൈവം കേൾക്കാൻ പോകുന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് ബന്ധനം പൊട്ടിക്കും മറുപടി വാതിക്ക വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ പറയുന്നത് അതൊന്നും നടക്കും. ഈ മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയില്ലേ? എന്റെ സമയം പോകുന്നല്ലോ. മോശ എന്റെ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്ന ഉദാഹരണങ്ങളൊക്കെ ഒരുപാടുണ്ട്. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയല്ലോ. അതേ സർപ്പത്തിന്റെ കടി ഏറ്റവരല്ല ഈ പിച്ചർ സർപ്പത്തെ നോക്കാൻ പറഞ്ഞു. ഉടനെ
രണ്ടു നക്കായിമാർ മത്താച്ചനും വേറെ ഒന്നുണ്ട് പേരും നോക്കി കടിയേറ്റ് പൊളഞ്ഞോണ്ടിരിക്കുക. അത് അഗ്നിസർപ്പം വന്ന് കടിച്ച്. അപ്പൊ അവര് രക്ഷപ്പെട്ടു, സർവമായി. അപ്പൊ മറ്റേ കടിയേറ്റ് കിടക്കുന്ന അതേ തോമസിനോട് പറഞ്ഞു, തോമാച്ച നോക്കാൻ പറഞ്ഞു, ഞങ്ങൾ കടിയേറ്റു, ഞങ്ങൾ വേദനപ്പെട്ടെടുക്കായിരുന്നു, ആ പിച്ചർ സർപ്പത്തെ നോക്ക്, നിന്റെ വേദന മാറുമെന്ന് പറഞ്ഞു. ഉടനെ ഈ തോമാച്ചൻ പറയുകയാണേ, അവനെ കടിച്ചില്ലെന്നേ. ഇതാ നമ്മുടെ ആൾക്കാരെ, അവനെ കടിച്ചു എന്നിട്ട് ചുമ്മാ പറയുന്നതാണ്. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. വിടുതൽ കിട്ടണമോ വിശ്വാസത്തോടെ നോക്കണം എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്ക് മൂപ്പന്മാരെല്ലാം കൊണ്ടിരുന്ന് ബന്ധനം പൊട്ടിക്കണമേ, കെട്ടഴിക്കണമേ, മറുപടി വന്ന് വാതൊക്കെ നിൽക്കുമ്പോൾ അറിയാം. അത് കൊച്ച ഓടിച്ചെന്ന് പറഞ്ഞു, പത്രോസ് വന്നിരിക്കുന്നു, സ്വരം കേട്ടത് മനസ്സിലായി. ഉടനെ മൂപ്പൻ പറയാം, നിനക്ക് ഭ്രാന്താടി. അത് പത്രോസ് ഒന്നുമല്ല, അവന് ദൂതനായിരിക്കും. ആ ദൂതൻ എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ അവന്റെ പത്രോസ് വേറൊരു രൂപത്തിൽ മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അവന്റെ ഭൂതം വന്ന പോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ തക്കണം നോക്കണി. അവന്റെ ദൂതന്മാർ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുഖം എപ്പോഴും കാണുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒന്നിലധികം ദൂതന്മാരെ ദൈവം കാവൽ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് നിന്റെ വീടിന്റെ വാതിക്കൽ ഒരു വാച്ച്മാനെ നിർത്താൻ, ഓരോ വീട്ടിൽ നിർത്താൻ തക്കുന്ന കഴിവുണ്ടോ? ഇല്ല ദൈവമക്കളെ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ചുറ്റും ഒന്നിലധികം ദൂതന്മാർ കാവലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്ലാറ്റ്ഫോമിൽ പഠനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി, നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് എത്ര വലുതാണെന്നറിയാമോ? ഒന്നിലധികം ദൂതന്മാരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചുറ്റും ഒന്നിലധികം ദൂതന്മാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഡാലസിൽ നിന്ന് കയറിയിരിക്കുന്ന നമ്മുടെ സജി ബ്രദറിന്റെ ചുറ്റും ദൂതന്മാരുണ്ട്. ഞാൻ സജി ബ്രദറിനെ ഞാൻ തുച്ഛീകരിക്കാതിരിക്കട്ടെ. സജീവറിന്റെ ദൂതന്മാർ എന്ന് സ്വർഗസ്ഥനായ ദൈവത്തോട് പറയും, ദൈവമേ, നിന്റെ മകൻ ആൻഡ്രൂസ് ഉണ്ടല്ലോ, അവൻ ഞങ്ങൾ കാവൽ നിൽക്കുന്ന ഞങ്ങളുടെ സജി ബ്രദർ എന്ന് പറയുന്നില്ല, ഞങ്ങളുടെ സജിയെ, അതെ, അവൻ തുച്ഛീകരിക്കുന്നു. ദൂതന്മാർ എന്ന് അവരുടെ മുഖം കാണും, കംപ്ലൈന്റ് കൊടുക്കും. ഈ ചെറിയവരുടെ ഒരുവനെ തുച്ഛീകരിച്ചാൽ സഹോദര, അവന്റെ ദൂതന്മാർ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുഖം കാണും. അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. അതാണ് അതിന്റെ അർത്ഥം. അവന്റെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം കാണും. അതുകൊണ്ട് ആരെയും തുച്ഛീകരിക്കരുത്, ആരും ഒന്നില്ല എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. 3 പേരെ ദൂതന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. ഒന്ന് യഹോവ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസന്മാരെ ദൂതന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ യഥാർത്ഥ ദൂതന്മാരെ കുറിച്ചും കാണുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മുടെ എല്ലാം ചുറ്റും ഒന്നിലധികം ദൂതന്മാരെ ദൈവം കാവൽ നിർത്തിയിട്ടുണ്ട്. വേഗത്തിൽ സംഭവിപ്പാണത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. തന്റെ ദാസനായ, എനിക്ക് ആ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ ദാസനായ കാലേബ്, എന്റെ ദാസന്മാർന്ന് തന്റെ ജനത്തെക്കുറിച്ച് കർത്താവ് എത്ര അഭിമാനമായിട്ടാണ് പറയുന്നത് അറിയാമോ? എന്റെ ദാസന്മാർ. കാരണം മരണപര്യന്തം വിശ്വസ്തരായി നിൽക്കുന്നവരെ തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. ദൈവത്തിന് സ്വന്തം. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഇനിയും 10 മിനിറ്റ് എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഓടിച്ച് ഈ ഭാഗം പറഞ്ഞു നിർത്താൻ തക്കണോ ആഗ്രഹിക്കുകയാണ്. തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ എന്നുള്ളതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ്. ആ പാത്രക്കൊണ്ട് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. യോഹന്നാൻ എന്നുള്ളതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ് അർത്ഥം. ഏതോ ഒരു കാണിച്ചായിരുന്നു, ഞാൻ വായിച്ചില്ല. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനം. യോഹന്നാൻ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന പേരിലാണ്. യോഹന്നാനെ കുറിച്ച് ഒരു വിവരണം ഞാൻ പറഞ്ഞല്ലോ, മീൻപിടുത്തമായിരുന്നു ജോലി. അവന് യോഹന്നാനെയും യാക്കോബിനെയും ഇടിമക്കൾ എന്ന് പേര് വിളിച്ചിട്ടുണ്ട്. ഇടിമക്കൾ. അയ്യോ, ഇവര് തീവ്രവാദികളായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ? എല്ലാ ഭാഗവും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമില്ല. ഇവര് തീവ്രവാദി സംഘടനയിൽ, ടെററിസ്റ്റ് സംഘടനയിൽപ്പെട്ട വ്യക്തികളായിരുന്നു ഈ യോഹന്നാനും യാക്കോബും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റോമൻ ഗവൺമെന്റ് അതേ യഹൂദന്മാരെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഗവൺമെന്റിനെ തകിടം മറിക്കാൻ തക്കണം തീവ്രവാദ സംഘടനത്തിൽപ്പെട്ട 2 വ്യക്തികളാണ് ഈ യോഹന്നാനും യാക്കോബും.
ഇടിമക്കൾ. അതിലൊരു ഉദാഹരണം പറഞ്ഞാലേ, യേശുക്രിസ്തു ശമരിയിൽ ചെന്നപ്പം യേശുക്രിസ്തുവിന് ഒരു സ്വീകരണം കൊടുത്തില്ല. അപ്പോൾ ആ ശമരക്കാർ യേശുവിനെ സ്വീകരിക്കാതെ വന്നപ്പം ഇവന്മാര് പറഞ്ഞേ, കർത്താവേ, ഏലിയാവ് സ്വർഗത്തിന് തീ ഇറക്കിയില്ലേ, അതുപോലെ ശമരിയ പട്ടണത്തെ തീ ഇറക്കി അങ്ങ് ദഹിപ്പിക്കാൻ പറഞ്ഞു. ഉടനെ കർത്താവ് ചോദിച്ച വാചകം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എവിടുന്നാ? നമുക്ക് ഇതുപോലെയൊക്കെ ഒരു പകരമിട്ടില്ലേ? എന്നെ പരിഹസിച്ച ശോശാമ്മയുടെ തല ഇടിപെട്ടു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ? പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, പറഞ്ഞിട്ടുള്ള പാസ്റ്റർമാരെ എനിക്കറിയാം. അവനോട് ദൈവം പകരം, എന്റെ ദൈവം പകരം ചോദിക്കാതെ വിടുമോ? യോഹന്നാനും ഈ യാക്കോബും ഒക്കെ ആ നിലയിൽ നിന്ന് കടന്നു വന്നവരെയാണ്. അവരെയൊക്കെ കർത്താവ് 3.5 വർഷം കൊണ്ടു നടന്ന് മരുക്കിയെടുത്ത് നല്ല ശിഷ്യന്മാരാക്കി. അവരുടെയൊക്കെ പ്രവർത്തനം നമ്മളൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ ഒരിക്കലും പറയരുത് അവളോട് ദൈവം പകരം ചോദിക്കും. നീ പറയുമ്പോൾ തന്നെ അവളോട് ദൈവം ചോദിക്കാതിരിക്കുകയാണോ? കർത്താവേ, നീ അവളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. അതല്ലായിരുന്നു കർത്താവ് പഠിപ്പിച്ചത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുള്ളൂ. ഒരുത്തരോട് എന്റെ ദൈവം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തെഞ്ചത്തടിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, അവളും ദൈവത്തെയാണ് വിളിക്കുന്നത്, നാമും ദൈവത്തെയാണ് വിളിക്കുന്നത്. നമ്മൾ പറയുന്ന ഉടനെ 2 ഇടി അവിടെ തലയെ വെട്ടിച്ചേക്കാനൊന്നും ദൈവം പറയത്തില്ല. തന്റെ ദാസനായി യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇപ്പോൾ അവൻ തന്റെ ദാസനായി എത്ര എളിമപ്പെട്ടു. ഈ യോഹന്നാനെ ആണ് വെളിപ്പാട് പുസ്തകം ഏൽപ്പിച്ചെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ലേ? പ്രവചനം, എനിക്ക് പ്രവചനം തന്നെ, പ്രവചനം സഹായം ചെയ്യാനുള്ള വരമുണ്ട്, അതാരും പ്രാർത്ഥിക്കത്തില്ല. സഹായം ചെയ്യാനുള്ള വരം തന്നെ, അത് പ്രാർത്ഥിക്കത്തില്ല. വീര്യപ്രവൃത്തി ചെയ്യാനുള്ള വരം, അത് പ്രവചന വരം, ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഇതൊന്നും ഏൽപ്പിക്കത്തില്ല. യോഹന്നാനെ ഏൽപ്പിക്കാൻ കാരണമുണ്ട്. അവസാനം വരെ ക്രൂശിന്റെ ചുവട്ടിൽ പോയി നിന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. ക്രൂശിന്റെ ചുവട്ടിൽ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ആ നാഴിക മുതൽ യേശുവിന്റെ അമ്മയെ അവൻ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ആ പത്രോസൊക്കെ അവിടെ നിന്നപ്പോൾ നോക്കിയപ്പോഴേ, നമ്മളതിൽ അങ്ങോട്ട് പോകാൻ നന്നായി, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും തലയെ കൊണ്ട് മുതുക്കിയെ വെച്ചേനെ. അങ്ങനെ പറയുന്ന കൂട്ടരാണ് നമ്മളെല്ലാവരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോഹന്നാൻ വിശ്വസ്തയോടെ യേശുവിന്റെ അമ്മയെ ആ നാഴിക മുതൽ വീട്ടിൽ കൈക്കൊണ്ടു. ആ വ്യക്തിയാണ് പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ കർത്താവ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ അത് പ്രദർശിപ്പിക്കാൻ ഇടയായിത്തീർന്നത്. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടെ. തന്റെ എല്ലാവരും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വന്നാട്ട് വാക്യം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നാട്ടോ പറയുന്ന വാക്യങ്ങൾ ആദ്യം 5 കാര്യം യോഹന്നാനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. 5 കാര്യം. ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ എഴുതിയെടുത്തു. യോഹന്നാൻ 13-ന്റെ 22-ഉം 23-ഉം. ഇതാരെ കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവടത്ത് ചാരിക്കൊണ്ടിരുന്നു. നോക്കണമേ, എല്ലാരും അകന്നിരിക്കുമ്പോൾ യോഹന്നാന്റെ സ്നേഹം യേശുവിന്റെ മാർവിൽ ചാരുന്ന സ്നേഹമായിരുന്നു. തന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. യേശു ക്രിസ്തു യോഹന്നാനെ കൂടുതൽ സ്നേഹിപ്പാൻ കൊണ്ടായി. മഗ്ദലക്കാരത്തി മറിയ യേശു ക്രിസ്തുവിനെ എല്ലാരെക്കാളും അധികം സ്നേഹിച്ചു. യോഹന്നാന്റെ 1-ാമത്തെ സ്നേഹത്തിന്റെ പ്രത്യേകത മാർവിൽ ചാരുന്ന സ്നേഹം. എല്ലാവരും അകന്നിരിക്കുമ്പോൾ മർക്കോസിന്റെ മാളിയിൽ വെച്ച്, ഇത് മർക്കോസിന്റെ മാളി വെച്ച് നടക്കുന്ന സംഭവമാണ് കേട്ടോ. ഈ പറഞ്ഞ മർക്കോസിന്റെ മാളി വെച്ച് നടക്കുന്ന സംഭവം. യൂദ അവിടുന്ന് ഇറങ്ങിപ്പോയി. തിരുവത്താഴം പെസഹായിന്റെ അപ്പം കഴിച്ചു. പക്ഷെങ്കിൽ തിരുവത്താഴം കഴിക്കാൻ അവൻ നിന്നില്ല. അവൻ ഇറങ്ങിപ്പോയപ്പോൾ യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന് ആ സ്നേഹമഹാസന്തത്തിൽ നിന്ന് ആ സ്നേഹം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. മാർവിൽ ചാർന്ന സ്നേഹം. 2, 19-ാം അധ്യായം 26-27 വായിക്കേ. 19, 26, 27. അടുത്തയാൾ 20-ാം അധ്യായം 4-ാമത്തെ വാക്യം എടുത്ത് നോക്കണേ. 19, 26, 27. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ചുമതല വാങ്ങുന്ന സ്നേഹം ആരും ഏറ്റെടുക്കാൻ തക്കണം മടിക്കുന്ന ഒരു കാര്യമാണ്. മരണം വരെ ഇവിടെ നോക്കണം യേശുവിന്റെ അമ്മയെ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. യേശു ലോകത്തിലായിരുന്നപ്പോ എപ്പോഴെങ്കിലും യേശുവിന്റെ അമ്മ മറിയെ കയറി അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? എപ്പോഴും വിളിക്കുന്ന ഒരു പദമാണ് സ്ത്രീയെ. അത് യഹൂദന്മാർ സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന ഒരു ബഹുമാന പദമാണ്. അമ്മയെന്ന് വിളിച്ചിട്ടില്ല. എന്റെ അമ്മ ആരാ അമ്മ ചോദിച്ചത്? തൽക്കാലത്തേക്ക് ഒരു പാത്രമായി ലോകത്തിൽ പിറക്കാൻ തക്കണം തെരഞ്ഞെടുത്ത ഒരു വിശുദ്ധ സ്ത്രീ ആയിരുന്നു മറിയ. ദൈവത്തിന് സ്തോത്രം. എന്റെ അമ്മ ആര്? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ.
ചുമതല വാങ്ങുന്ന സ്നേഹമായിരുന്നു യോഹന്നാന്. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. മറ്റവരൊക്കെ വീരവാദം മുഴക്കി മാറി നിൽക്കുകയാണ്. മൂന്നാമത് 20 4 വാക്യം വായിച്ച്. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. അത് യേശു സ്നേഹിച്ച ശിഷ്യൻ മോളിൽ പറയുന്നുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ മുൻപേ ഓടി. പത്രോസ് യോഹന്നാനും കൂടെ ഒന്നിച്ചോടാൻ ഇറങ്ങിയതാണ്. എന്നാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ, മറ്റേ ശിഷ്യൻ പറഞ്ഞ യോഹന്നാനെ കുറിച്ചാണ്. എന്താണ് യോഹന്നാൻ തന്റെ പേര് പറയാൻ കാരണം എന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് തന്റെ പേര് പറഞ്ഞില്ലല്ലോ. നമ്മൾ 2 കൊരിന്ത്യർ 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഒന്നുമില്ല, പക്ഷെങ്കിൽ അത് ആവശ്യമായിരിക്കുന്നു. പ്രശംസിക്കുന്നത് ആവശ്യമായിരിക്കുന്നു. ക്രിസ്തുവിനുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പർദീസായോളം എടുക്കപ്പെട്ടു. അത് ആരെ കുറിച്ചാണ് പറയുന്നത്? പൗലോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ. അവിടെ താൻ പറയുന്നത് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. നമ്മൾ വല്ലതും അറിഞ്ഞ ഗുഡ് ന്യൂസിന്റെ അകത്തും പത്രങ്ങളിലെല്ലാം മലയാള മനോരമയ്ക്കകത്തെല്ലാം കൊടുത്തന്നെ 3 സ്വർഗത്തോട് എടുക്കപ്പെട്ടെന്ന് പറഞ്ഞത്. പൗലോസ് പറയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ 14 സംവത്സരം മുൻപ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെ ഒന്നും എനിക്കറിയത്തില്ല. ആ മനുഷ്യൻ പർദീസായോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെ എന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, അവിടെ അവൻ അനേക കാഴ്ചകൾ കണ്ടു കേട്ടോ. സ്വർഗീയ ഭാഷ അവൻ കേട്ടു. അതിനുശേഷം ഇത് നടന്ന സംഭവം അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായത്തിലാണ് നടന്നത്. ഇറ്റലിയിൽ വെച്ച് പൗലോസിനെ കല്ലെറിഞ്ഞ് ശത്രുക്കൾ കൊന്നുകളഞ്ഞു. കൊന്ന് അവനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം മനസ്സിലാക്കണം. അവൻ മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ ശത്രുക്കളെല്ലാം മരിച്ചെന്ന് മനസ്സിലായി. പൗലോസ് മരിച്ചുപോയി. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായം വായിച്ചു നോക്ക്. എന്നാൽ ശിഷ്യന്മാർ അവന്റെ ചുറ്റും നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച വേളയിൽ അവന്റെ ആത്മാവ് മടങ്ങി വന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. ആ കാര്യമാണ് 14 സംവത്സരം മുൻപ് പൗലോസ് അവിടെ വെച്ച് പ്രാപിച്ച വെളിപ്പാടാണ് 1 കൊരിന്ത്യർ 13 അധ്യായം എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ. അവിടെ വെച്ച് താൻ പ്രാപിച്ച വെളിപ്പാട് ആധിക്യമാണ്. വെളിപ്പാടിലെ ആധിക്യത്താൽ ഞാൻ നെകളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിനൊരു ശൂലം നൽകിയിരിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതെ, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ അവിടെ വായിക്കുന്നില്ലേ, മലകളെ നീക്കാൻ ശക്തി ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാം പ്രാപിച്ചാലും ദൈവത്തിന്റെ പൈതലെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ എല്ലാം അതേ, അവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാം ക്രിസ്തുവിലാണ്. പൗലോസ് വേണമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോയെന്നൊക്കെ പറയരുതോ, പറഞ്ഞില്ല, ക്രിസ്തുവിൽ. അതുപോലാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 1 മാറിൽ ചാർന്ന സ്നേഹം, 2 ചുമതല വാങ്ങുന്ന സ്നേഹം, 3 യേശു സ്നേഹിച്ച ശിഷ്യൻ മുൻപേ ഓടുന്ന സ്നേഹം. 4 21 അധ്യായം 7 വാക്യം വായിച്ചേ. ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് കർത്താവാകുന്നു പറഞ്ഞു. തിബിരിയോസ് കടലിൽ അതെ, യോഹന്നാൻ 20:7 അത് കർത്താവാകുന്നു. 153 വലിയ മീൻ വലിച്ചു കയറ്റിയിരിക്കുക. 153 വലിയ മീൻ കേട്ടിരിക്കുക. ഭയങ്കര അത്ഭുതം നടന്നു. അത് കർത്താവാകുന്നു പറഞ്ഞപ്പോ പത്രോസ് ആണല്ലോ, എന്റെ ദൈവമേ, അവന്റെ നിൽപ്പ് കാണായിരുന്നു. അവനൊരു തോർത്തും ചുറ്റി കടലിൽ ചാടി, നഗ്നനായിരുന്നു. അവൻ പിന്നെ ശരിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ ഏത് നിലയിൽ നിൽക്കാൻ മടിക്കത്തില്ല. ഇവൻ ഒറ്റ ഒരുത്തനാണ് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ കൊണ്ടുപോയത്. കാരണം പത്രോസ് നേരത്തെ പറഞ്ഞു, ശീമോനെ സാത്താൻ നിന്നെ പതിര് പോലെ മാറ്റേണ്ടതിന് പാലപെട്ടവനോട് അനുവാദം ചോദിച്ചു. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 30-31 വാക്യങ്ങളാണ്. ശീമോനെ സാത്താൻ നിന്നെ പതിര് പോലെ മാറ്റേണ്ടതിന് പാലപെട്ടവൻ എന്നോട് അനുവാദം ചോദിച്ചു. എങ്കിലും നിന്റെ വിശ്വാസം വൈപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നീ ഒരു വട്ടം തിരിഞ്ഞു, നിനക്ക് വേണ്ടി അപേക്ഷിച്ച സാത്താനോട് അപേക്ഷിച്ചെന്നല്ല, ദൈവത്തോട് അപേക്ഷിച്ചു. നീ ഒരു വട്ടം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്കുക. തിബിരിയോസ് കടലിൽ ഞാൻ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. യേശു മരിച്ചെന്ന് പറഞ്ഞു, ഞാൻ പോയി മീൻ പിടിക്കാൻ പോവുക.
ഞങ്ങളും വരുന്നു പറഞ്ഞ് മറ്റേ 6 പേരും കൂട്ടിക്കൊണ്ട് പോയ പിന്മാറ്റത്തിൽ പോയി. നമ്മളാണെങ്കിൽ അവിടെ ചെന്നിട്ട് എന്താ വിളിക്കാൻ പോകുന്നത്? പിന്മാറ്റക്കാര് എന്നാ വിളിക്കുന്നത്. എന്നാൽ യേശു വിളിച്ചെന്താ അറിയോ? കുഞ്ഞുങ്ങളെ കൂട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതാ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പെരുത്ത മീൻകൂട്ടം കയറി, വളർത്തുന്ന ശ്രീശൻ പെരുത്ത മീൻകൂട്ടം കയറി. അത് വിട്ടു ഇവരുടെയൊക്കെ സന്തോഷം കാണുന്നു. അപ്പം പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു യേശു സ്നേഹിച്ച ശിഷ്യൻ അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ കർത്താവ് പിന്നെ വിളിച്ചു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാർത്ഥന കഴിക്കേ കേട്ടോ. കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത് കേട്ടോ. നമ്മളാണെങ്കിലോ അയ്യോ പിന്മാറ്റത്തിന്റെ അടിത്തട്ട് കിടക്കുന്നവരെ എന്ന് വിളിച്ചത്. എന്നാൽ യേശു വിളിച്ചത് കുഞ്ഞുങ്ങളെ വന്ന് പ്രാർത്ഥന കഴിക്കേ. ഇപ്പൊ ഇവർക്ക് വിശന്നിരിക്കുക, തളർന്നിരിക്കുക. ഇപ്പൊ ഇവരോട് സുവിശേഷം പറഞ്ഞാൽ, ദൈവദിനം പറഞ്ഞാൽ ഇവർ തിരിച്ചു വരുമോ? അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചില എത്തായ്മാർ പറയും വിശന്ന് പൈലോ അടിക്കുന്നു. എനിക്കറിയത്തില്ലേ പൈലോ എന്നാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് പറയാം, കുഞ്ഞുങ്ങളെ വന്ന് പ്രാർത്ഥന കഴിച്ചുകൊടുവീൻ. ആ വിളിക്കുന്ന വിളി കേട്ടോ, കുഞ്ഞുങ്ങളെ. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കണം, തിരിച്ചറിഞ്ഞാരെന്ന് കടൽക്കരൽ തിരിച്ചറിഞ്ഞാരെന്നറിയാമോ? അത് യോഹന്നാനാണ് തിരിച്ചറിഞ്ഞത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാവരും ഒരു 5 മിനിറ്റ് ശ്രമിക്കണേ. ഞാൻ ഈ ഭാഗം പൂർത്തീകരിക്കാതെ പോകുന്നത് എങ്ങനെയാ? ഞാൻ സമയം പാലിക്കുന്നതാണെങ്കിലും അതേ. എന്നിട്ട് ഇവരെല്ലാം ഭക്ഷണത്തിന് അങ്ങോട്ട് ഇരുത്തി. നോക്കണമേ, അതേ കടലിനെ ചുട്ട മീന് എവിടെ നിന്ന് വന്നു? നിങ്ങൾ ആലോചിക്കേ. അവർക്കിപ്പം മീൻ വറുത്തത് കൊടുക്കുക, കടലിനെ ചുട്ട മീൻ. നാളെ അപ്പറ്റും കാനത്ത് പറഞ്ഞു, എനിക്ക് ആ യേശു തിബിരിയോസ് കല്ലിൽ വെച്ച് മീൻ വറുത്ത് കൊടുത്ത പോലെ എനിക്ക് ഈ നാളിൽ കുറച്ച് മീൻ വറുത്ത് തിന്നാൻ കൊള്ളാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. കാനത്തുള്ള പറഞ്ഞത്. അപ്പം ഇതെല്ലാം തിന്ന് ഇവരങ്ങോട്ട് വയറങ്ങോട്ട് നിറഞ്ഞു. ആരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരങ്ങോട്ട് വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞപ്പോഴാണ് കർത്താവായ യേശു എഴുന്നേറ്റ് ചോദിച്ചു, യോഹന്നാന്റെ മകനായ സീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹം വയറ് നിറയിപ്പിച്ച് അവരുടെ ശാരീരികമായ ക്ഷീണം വന്നു. യോഹന്നാന്റെ മകനായ സീമോനെ, എപ്പം യേശു അതേ പത്രോസിനെ വിളിച്ചാലും അവന്റെ അപ്പന്റെ പേരോട് പറഞ്ഞാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് നിന്നെ അറിയാം, നിന്റെ അച്ഛനെ നല്ലോണം അറിയാൻ അതിന്റെ അർത്ഥം. നമ്മളാരും അങ്ങനെ വിളിക്കൽ കേട്ടോ. യോഹന്നാന്റെ മകനായ സീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പ്രിയമുണ്ടെന്ന് അവൻ പറഞ്ഞു. സ്നേഹമുണ്ടെന്നാ കർത്താവ് വിളിച്ചത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അഗാപ്പയാണ്. ഇവൻ പറയുന്ന മൊത്തം എനിക്ക് പ്രിയമുണ്ടെന്നാ. എന്തോ രണ്ടാമതും ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് പ്രിയമുണ്ട്. മൂന്നാമതും ചോദിച്ചപ്പം നീ സകലത് പറയുന്നു, കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ കർത്താവ് ഒരു പ്രവചനം പ്രവചിച്ചു. അത് ഈ നാളിൽ കേൾക്കുന്ന പ്രവചനം പോലെയല്ല. ഇന്നാളൊരു അമ്മാമ ഒരു ദർശനം കണ്ടു. ദർശനം കണ്ടിട്ട് പാസ്റ്റോട് എന്ന് പറഞ്ഞു, ഞാനൊരു ദർശനം കണ്ടു. എന്താ അമ്മാമേന്ന് ചോദിച്ചു. ഈ പാസ്റ്റർ വളരെ അതേ മിടുക്കനായ ഒരു പാസ്റ്ററാണ്. അതേ ഇന്ത്യയിൽ നിന്നൊരു ബോൾ ചെന്ന് സിലോണിൽ വന്നു. ഇതാ കണ്ടത്. ഇന്ത്യയിൽ നിന്ന് ഒരു ബോൾ അടിച്ചപ്പോൾ അത് സിലോണിൽ ചെന്ന് പോകുന്നു. അതിന്റെ അർത്ഥം പാസ്റ്റർ പറഞ്ഞു, ഈ അമ്മാമ ഒരു വടക്ക് സ്ത്രീയാണ്. അപ്പൊ ഈ പാസ്റ്റർ വളരെ അമ്മാമയെ കൈത്താങ്ങിക്കൊണ്ടുപോട്ടെ. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? അമ്മാമേ, അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ പെന്തക്കോസ്റ്റിൽ നിന്ന് ഒരാൾ സിലോൺ പെന്തക്കോസ്റ്റിൽ പോയതാന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഒരു ബോൾ ചെന്ന് സിലോണിൽ വീണു. അത് ഇന്ത്യൻ പെന്തക്കോസ്റ്റിൽ ഒരു ബോൾ ചെന്ന് സിലോണി വീണ കാര്യമാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കണമേ, ആ അമ്മാമയ്ക്ക് സന്തോഷമായി. ആ ഇടയ്ക്കൊരു IPC-ന് ഒരാള് സിലോൺ പെന്തക്കോസ്റ്റിൽ പോവുകയും ചെയ്തു. അമ്മാമ്മയുടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ചോദ്യത്തിലാണ് പത്രോസ് ഊരിയത്. നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ള നടന്നു, നീ വയസ്സനായ ശേഷം മറ്റൊരുത്ത് നിന്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അവന്റെ മരണവിധം അങ്ങനെ സൂചിപ്പിച്ചു. യോഹന്നാന്റെ മകനായ സീമോനെ, ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. 2 മിനിറ്റ് കൂടുതലെടുത്ത് പോയി അവിടെ വായിക്കുന്നത് കടൽക്കരയിലും തിരിച്ചറിയുന്ന സ്നേഹമായിരുന്നു യോഹന്നാന്റെ. ഇനി 21-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാൻ 21-20. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. ആരാ? യോഹന്നാൻ. യേശു സ്നേഹിച്ച അന്ത്യം വരെ ചെല്ലുന്ന സ്നേഹമായിരുന്നു യോഹന്നാന്റെ സ്നേഹം. ഞാൻ ഇവിടെ നിർത്തട്ടെ. 1 മാർവിച്ചാർന്ന സ്നേഹം, 2 ചുമതല വാങ്ങുന്ന സ്നേഹം, 3 മുൻപേ ഓടുന്ന സ്നേഹം, 4 കടൽക്കരയിൽ തിരിച്ചറിയുന്ന സ്നേഹം, 5 അന്ത്യം വരെ പിൻചെല്ലുന്ന സ്നേഹം. ആ യോഹന്നാനാണ് ഈ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഈ സകല വെളിപ്പാടും യോഹന്നാന് കാണിച്ചു കൊടുത്തത്. അവൻ വിശ്വസ്തയോടെ കൂട്ടുചേർക്കാതെ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമെന്ന് കർത്താവായ യേശുവിനറിയാം. യോഹന്നാന് ഇത് അടയാള സഹിതം പ്രദർശിപ്പിച്ചു കൊടുത്തു. ആ 1-ാം വാക്യം തീർക്കാനേ ഒത്തുള്ളൂ. അടുത്ത വാക്യം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ പതിനുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ച പോലെ ഞാൻ 15 ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അത് ഇതിന്റെ 6 മാസം കഴിയുമ്പോൾ അവസാനം 15 ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഇച്ചിരി കണ്ടുപിടിക്കാൻ ഇച്ചിരി വിഷമാണ്. നിങ്ങൾ അതിന്റെ ആൻസർ 15 എഴുതുകയാണെങ്കിൽ അത് ഒരു അനുഗ്രഹമായിരിക്കും. അതിന് ഞാൻ അവാർഡ് കൊടുക്കും.
കാശ് അവാർഡ് കൊടുക്കും. ഞാൻ പള്ളിപ്പാട് ദിവസം ക്ലാസ് എടുക്കുന്നിടത്തെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെ അത് വാങ്ങിക്കാൻ നിൽക്കണം. ഓ ആണ്ട് സുഭാഷ് നിങ്ങൾ അത് കെട്ടുമ്പം അത് ലാലു അത് പരസ്യമായി വിളിക്കുമ്പോഴാണ് എന്റെ ദൈവം എനിക്ക് പറ്റിയില്ലോ. അങ്ങനെ ചിന്തിക്കരുത്. സ്റ്റഡി ആയിരിക്കുക. ഇപ്പൊ 10 പേര് ഫസ്റ്റ് പ്രൈസ് മേടിക്കുകയാണെങ്കിൽ 10 പേർക്കും ആ അവാർഡുണ്ട്. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ലാലു ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് കൈവീട്ടി കർത്താവിന്റെ ദാസനെ ഒന്ന് മാനിച്ചാട്ട്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ പ്രായത്തിൽ ഇത്ര ജനററ്റിക് ആയിട്ട് കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസൻ കാണിക്കുന്ന നല്ല സന്മനസ്സിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദീർഘായുസ് കൊണ്ട് കർത്താവ് അനേകർക്ക് തന്റെ അറിവ് ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ദൈവം സഹായിക്കട്ടെ. തന്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. വളരെ ആത്മാർത്ഥതയോടെ വളരെ ഉത്സാഹത്തോടെ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പോകാം. കർത്താവിന്റെ ദാസി പ്രിയ സിസ്റ്റർ ഷോൺ തോമസ് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ അവസാനമായി ആശീർവാദം പറയുകയും ചെയ്യും. ഷോൺ തോമസ് പ്രാർത്ഥിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പോൽക്കാലം ഈ ശ്രദ്ധയുടെ യാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങളെ കേൾക്കുവാൻ, അത് ഹൃദയസ്ഥമാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ശക്തിയോടെ ദൈവവചനം സംസാരിപ്പാൻ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് കർത്താവെ സ്തോത്രം, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആകെപ്പോ ബൈബിൾ ക്ലാസ്സിലൂടെ ആമേൻ ദൈവവചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഷാജി കെ ദാനിയേൽ പാസ്റ്റർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ദൈവം കൊടുത്ത നല്ല ദർശനത്തിനായി സ്തോത്രം. ലാലുച്ചായനായി സ്തോത്രം. കർത്താവിന്റെ ദാസനെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിയ സമയത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയായിടനോട് ദൈവം മനസ്സലിയണമേ. ഇതൊക്കെയും കേട്ട് അനേക ഇടങ്ങളിൽ ദൈവവചനം സംസാരിപ്പാൻ ഇടങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം, മഹത്വം. ഞങ്ങൾക്കായി ജീവനെ നൽകിയ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വളരെ ശക്തിയോടെ കർത്താവിന്റെ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിനോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ അടുത്ത ആഴ്ച വരുന്നതിന് മുൻപ് ഒരു ആളെ കൂടി ചേർക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ് അടുത്ത ആഴ്ച ഡബിൾ ആകും. അപ്പോൾ ഒരാളെ മാത്രം ചേർത്താൽ മതി. എല്ലാവരും ഒരുപാട് പേരെ ചേർക്കേണ്ട. ഒരാളെ കൂടെ കൊണ്ടുവരിക. അപ്പോൾ അവരെ എൻകറേജ് ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചിലർ കൂടി ഈ ഫോണിന്റെ പേര് മാറ്റുവാൻ ഉണ്ട്. ഗാലക്സി ഫോൺ എന്നൊക്കെയാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് മാറ്റിത്തരും. എല്ലാവരുടെയും പേരുകൾ ഞങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. നമ്മളൊരു ഫാമിലിയിലെ അംഗമാണല്ലോ. പരസ്പരം അറിയുവാനും സ്നേഹിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് തരുന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് ആശീർവാദത്തോടെ കടന്നു പോകാൻ കർത്താവ് സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഇന്ന് വന്ന് സംസാരിച്ച പഠിപ്പിച്ച ദൈവദാസന് കൂടെയും ഈ ബൈബിൾ കോളേജിനോട് കൂടെ ഇന്ന് തുടർന്നിരിക്കും കർത്താവിന്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവോട് ചെയ്യുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ അങ്ങ് വരണമേ. God bless you. Have a